നമ്മുടെയൊക്കെ ഈ കുട്ടികൾക്കായാലും നമുക്കായാലും ഈ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാനും കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ഡ്രൈവിംഗ് അറിയാം. എങ്കിലും കുറച്ചു പേരെങ്കിലും മടിച്ച് പിന്നോട്ട് മാറി നിൽക്കുന്നവരാണ്, എസ്പെഷ്യലി സ്ത്രീകൾ. അപ്പോൾ ഒരു സ്ത്രീക്ക് അത് ഇപ്പോൾ ഒരു അത്യന്താപേക്ഷിതമായിട്ട് വന്നിരിക്കുകയാണ്. ഈവൻ ടൂ വീലറാണോ ഫോർ വീലറാണോ ഏതോ ആയിക്കോട്ടെ, ആ ഒരു ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. അവർക്ക് സ്വന്തമായിട്ട് ഓഫീസിൽ പോകാനും അവരവരുടെ കാര്യം നോക്കാനും ധൈര്യമായിട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ കുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്നല്ല. അവർ ഈ നമ്മുടെ ലൈസൻസ് എടുക്കാറാവുമ്പോൾ എല്ലാ കുട്ടികളെയും ആൺ പെൺ ഭേദമന്യേ അത് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം വയസ്സാവുമ്പോഴാണ് നമുക്ക് അയ്യോ പഠിക്കാൻ പറ്റിയില്ലല്ലോ. ചിലർക്ക് പ്രായം എത്രയായാലും അവർ ഡ്രൈവിംഗ് പഠിച്ചിരിക്കും, അവർ ഡ്രൈവ് ചെയ്യുകയും ചെയ്യും. ചിലർക്ക് ഭയങ്കര പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഒരു ഭയമാണ് റോഡിൽ ഇറങ്ങാനും. തീർച്ചയായിട്ടും ആ ഭയം മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് അറിയാമെങ്കിൽ നമുക്ക് ഏത് വളവുകളും കടന്ന് കയറാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരാളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയില്ല. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് സാധിച്ചിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും സാധിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് സാധിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. എന്തുകൊണ്ടോ ഞാൻ ആ ഒരു മേഖലയിൽ കൈവച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാ മേഖലയിലും എല്ലാവരും കൈവയ്ക്കണമെങ്കിലും ഡ്രൈവിങ് നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയമാണ്. അപ്പോൾ പഠിക്കാത്തവരും പഠിക്കാൻ താല്പര്യമുള്ളവരും എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം.